ഇന്ന് ഞാൻ സോയാബീന്റെ ചിക്കൻ കറി മാതിരി ഉണ്ടാക്കുക. അധികം ഗ്രേവി ഇല്ല, ഇച്ചിരി പെരട്ടി വെച്ച് അതിൽ നല്ല സോയാബീൻ കുതിർത്ത് കൊച്ചു കൊച്ചു പീസായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഇതിനാവശ്യം വേണ്ടത് ഉള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കരിയാപ്പില. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം സോയാബീന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്നിങ്ങി എടുക്കാം. എണ്ണ ചൂടായി ഇതിലോട്ട് സോയാബീൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ചെറുതായിട്ട് വഴറ്റിയെടുക്കുമ്പോഴും ഒത്തിരി വെള്ളം പിടിച്ചുള്ള ഇത് വരത്തില്ല. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ശകലം മഞ്ഞപ്പൊടി. ഇത് ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഒത്തിരി അങ്ങ് മൂപ്പിച്ച് അങ്ങ് കട്ടിയായിപ്പോ, പിന്നെ ചവയ്ക്കാനും പാടായിരിക്കും. ഇനി ഇതിലേക്ക് എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കറിയുടെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ ഈ തേങ്ങാക്കൊത്തും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതൊന്നേരം വഴഞ്ഞു വരും. ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുമ്പേ ചേർത്തത്, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. മുമ്പ് വറുത്തപ്പോഴും ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തേ, എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകലം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, മസാല പിടിക്കാൻ വേണ്ടി. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാ. അങ്ങനെ നമ്മളുടെ സോയാബീൻ തയ്യാറായി.